ജിയന്ന മുള്ള എന്ന് പറയുന്ന 39-ാമത്തെ വയസ്സിൽ മരിച്ച ഒരു ഡോക്ടറുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നുണ്ട്. അവർ ഒരു പീഡിയാട്രീഷ്യൻ ആയിരുന്നു. അവർക്ക് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. 4ാമത് പ്രഗ്നന്റ് ആയി. 2ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി വളരുന്നതിനോടൊപ്പം മറ്റൊരു ഫൈബ്രോയിഡ് കൂടെ വളരുന്നുണ്ട്. വിദഗ്ധമായ പരിശോധനയിൽ അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ് അവര് പറഞ്ഞു, വേഗം അബോർഷൻ ചെയ്യുക, ഇപ്പൊ തന്നെ അബോർഷൻ ചെയ്യുക, യൂട്രസ് റിമൂവ് ചെയ്യുക. നിങ്ങൾ വേഗത്തിൽ തന്നെ, വളരെ ഡേഞ്ചറസ് ആണ് ഈ ഫൈബ്രോയിഡ്, വേഗത്തിൽ വളരുന്ന ഒരു ക്യാൻസർ. അവര് പറഞ്ഞു, ത്തിലുള്ള കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മ ഞാൻ ചെയ്യുകയില്ല. എന്റെ ജീവനല്ല പ്രധാനപ്പെട്ടത്, എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവനാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് ആ ജീവനെ സംരക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ ആ കുഞ്ഞിന് ജന്മം നൽകി. 10 ദിവസങ്ങൾക്ക് ശേഷം അവർ മരണമടയുകയാണ്. 2004 അവളെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധയെന്ന് പ്രഖ്യാപിച്ചു. ഏപ്രിൽ മാസം 28-ാം തീയതി ഇന്ന് അവളുടെ തിരുനാളാണ്. അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ച് അവരുടെ മനോഹരമായ ഛായാചിത്രം വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉയർത്തപ്പെടുമ്പോൾ അവരുടെ ഭർത്താവും അവരുടെ 4 മക്കളും അതിന് കണ്ണുനീരോടുകൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കാൻ അവിടെ ഉണ്ടായിരുന്നേ. ജീവൻ കൊടുത്തും തിന്മയെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജിയന്ന എടുത്തത്? അത് ഉള്ളിൽ ദൈവഭയമുള്ളത് കൊണ്ടാണ്. ദൈവഭയമില്ലാത്തവരെന്ത് ചെയ്യും? കുഞ്ഞിന് ഓട്ടിസം ടെൻഡൻസി ഉണ്ട്, തീരുമാനമെടുത്തു. കുഞ്ഞിന്റെ ലെൻസ് കാണാനില്ല, തീരുമാനമെടുത്തു. കുഞ്ഞിന് തലയിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ട്. ഈ കുഞ്ഞ് ജനിച്ചാൽ മന്ദബുദ്ധിയായിരിക്കും. ഈ കുഞ്ഞ് ജനിച്ചാൽ അംഗവൈകല്യമുള്ള കുഞ്ഞായിരിക്കും. ഈ കുഞ്ഞ് ജനിച്ചാൽ പലതരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാല്ലേ? നമുക്ക് ഭയം ദൈവത്തെയല്ല, നമ്മുടെ തന്നെ ജീവനെയും സുരക്ഷിതത്വത്തെയുമാണ്. ദൈവത്തെ ഭയക്കുന്നതിനേക്കാൾ അധികം നമ്മൾ നമുക്കുണ്ടാകുന്ന അസൗകര്യങ്ങളെ ഭയക്കുന്നവരാണ്. എനിക്കൊരു കുഴപ്പവും പറ്റാൻ പാടില്ല, എന്ത് പാപം ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഐ ഷുഡ് ബി സേഫ്. ഡിസ്കണ്ടിന്യൂ ദ പ്രഗ്നൻസി, ടെർമിനേറ്റ് ദ പ്രഗ്നൻസി എന്നൊക്കെ പറയും. അബോർഷൻ തന്നെ, കൊലപാതകം തന്നെ. തിന്മയെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറല്ല.